ഇവിടെ നടത്തിയ പരാമർശങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ഒന്നും പ്രതികരണം പറയാനുള്ള നേരമില്ല. ഈ പരിപാടി നമ്മൾ കൃത്യം 3 മണിക്ക് രാമകൃഷ്ണ മാഷ് പുസ്തകപ്രകാശനം നടത്തണം എന്നാണ് എല്ലാ ദിവസവും വിളിച്ചു പറഞ്ഞിരുന്നത് എല്ലാവരോടും. ഇങ്ങനെ ഒരു ആലോചന കാവ്യശികയുടെ ഒരു സന്തോഷ പ്രകടനം നടക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ശരി നമുക്കതാവാം. ഈ 3 മണിക്ക് നടക്കണ പരിപാടിക്ക് തൊട്ട് മുമ്പ് ഒരു 10-15 മിനിറ്റ് സമയമെടുത്ത് ഒരു സമ്മാനം തരിക എന്നുള്ളതാണല്ലോ, അത് തന്നോളൂ, അത് പരിപാടിയെ കൂടി അതാരും അറിയാണ്ട് അങ്ങോട്ട് നടത്താമെന്ന് പറഞ്ഞു. അതിങ്ങനെ ചർച്ച ചെയ്തിട്ടാണ് ഈ കണ്ട സംഭവങ്ങളെല്ലാം നടന്നത്. കമ്പനി ഉത്തരവാദിയല്ല ഈ കാര്യങ്ങളൊന്നും. പിന്നെയുള്ളൊരു കാര്യം, നേരത്തെ ബിന്ദു ടീച്ചറും അതിന് മുമ്പ് എം.എൻ. വിനയകുമാറും പറഞ്ഞു എനിക്ക് കിട്ടിയതൊന്നും പോരാന്ന്. ആ അഭിപ്രായം എനിക്കുണ്ട്. എന്താ വെച്ചാൽ ഇതിനാകെ 1 ലക്ഷം രൂപയാണ് സമ്മാനമുള്ളത്. ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ തൽക്കാലം നിന്ന് പഴയ്ക്കാം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു 3-4 അവാർഡ് കിട്ടിയാൽ പിന്നെ ഒന്നും കിട്ടിയില്ലെങ്കിലും സാറില്ല, അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കും. ഇപ്പം ഏതാണ്ട് ഈ കിട്ടുന്ന സംഖ്യയുടെ ഒരു 10 ഇരട്ടിക്കുള്ള ബഡ്ജറ്റ് ആയിട്ടുണ്ട്. എൻ്റെ കൂടെ എൻ്റെ ജീവിതോപാധി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ പറയുന്ന നല്ല വാക്കുകൾ എന്താണെന്ന് കേൾക്കാനല്ല, എനിക്കൊരു ശീലമുണ്ടെന്നറിയാം. എവിടെ നിന്നെങ്കിലും 4 കാശ് കിട്ടിയാലോ കിട്ടുമെന്ന് വിചാരിച്ചാലോ ഉടനെ തന്നെ അത് ചിലവഴിക്കുന്ന പരിപാടി മുഴുവൻ ചെയ്യും. അപ്പോൾ കാലത്ത് കാശ് കിട്ടിയ വൈകുന്നേരം വിളിക്കും, അതെല്ലാം ചിലവാക്കി ദീപാവലി വിളിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിന് മുമ്പൊരു അവാർഡ് കിട്ടി, KSK തിരക്കുള്ള അവാർഡ്. അത് കിട്ടിയിട്ട് അത് സ്വീകരിക്കാനുള്ള മീറ്റിംഗ് വെച്ച് ഞാൻ പറഞ്ഞു, ഈ പൈസ വീടിന് സ്വന്തമായിട്ടൊരു വീട് പണിയാൻ പണമില്ലാതെ വിഷമിക്കുന്ന നമ്മുടെ പഴയകാല നാടക നടി അല്ല നല്ല മനസ്സിലാകാൻ നോക്കുന്ന നിലമ്പൂർ ഐഷയ്ക്ക് കൊടുക്കുന്നതാണെന്ന് പ്രഖ്യാപിച്ചു. വീട് പണിയാണ്ട ഫണ്ടിലേക്ക് നമ്മുടെ വന്നൊരു സംഭാവന. അപ്പോൾ വീട്ടിൽ വന്നവർക്ക് ചോദിച്ചതിനോട് കാശ് കിട്ടിയ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ സംഖ്യ തന്നെ മിക്കവാറും ആ ഡേറ്റിനുള്ളിൽ അത് ഞാൻ ഇന്ന വഴിക്ക് ചിലവഴിക്കുന്നതാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ നേരെ വന്ന് കഴുത്തിൽ പിടിക്കാനാണ് എൻ്റെ കൂടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ കിട്ടിയിടത്തോളം പോരാ എന്ന് പറഞ്ഞ അഭിപ്രായത്തോട് എനിക്ക് നല്ല യോജിപ്പാണ്. കാവ്യശിക എന്ന് പറയുന്ന ഒരു യാത്രയാണ്, കവിതയുടെ യാത്ര. ചെറിയവരും വലിയവരും എല്ലാം കൂടി ചേർന്ന്. എനിക്ക് നന്നായിട്ടറിയാം കവിത എഴുതാൻ കഴിയുന്നുണ്ട് എന്നുള്ള ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രം ആത്മഹത്യ ചെയ്യാതെ ജീവിതം തുടരുന്ന ആൾക്കാരുണ്ട്, കാവ്യശികയിലുണ്ട്. കവിത അത്ര ചെറിയൊരു സംഗതിയല്ല. ജീവിതം തന്നെ നഷ്ടപ്പെടുന്നവർക്ക് പകരം ഒരു ജീവിതം സമ്മാനിക്കുന്നതാണ്. എല്ലാ സ്വപ്നങ്ങളും വാസ്തവിക്കുന്ന മനുഷ്യർക്ക് സ്വപ്നങ്ങളുടെ ലോകം കൊടുക്കലാണ് കവിതയുടെ ലോകം എന്നുള്ളത്. അപ്പോൾ അത് എല്ലാവരും ആ ഒരു പ്രവർത്തനത്തിൽ പങ്കാളികളാവണം. കവിത ഈ ആൾക്കാർ മുഴുവൻ കാണുന്ന ആൾക്കാർ മുഴുവൻ കവിത എഴുതുന്നവരാണല്ലോ എന്ന ആൾക്കാർ വേവലാതിപ്പെടുകയും ശപിക്കുകയും ചെയ്യുന്നുണ്ട്. കവിതയെ കുറ്റം പറയാൻ 1000-ഓ 10,000-ഓ നാളുകളുണ്ട്. ഒരാളെങ്കിലും വേണ്ടേ ഒരു നല്ല വാക്ക് പറയാൻ എന്നതുകൊണ്ടാണ് കവിത അത്ര മോശപ്പെട്ട ഒരു കാര്യം അല്ല എന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും അതിവർത്തിക്കുന്ന ഒരു വലിയ കാര്യമാണെന്ന് പറയാനും വേണ്ടിയിട്ടാണ് നമ്മുടെയൊക്കെ ജീവിതം ബാക്കി നിൽക്കുന്നത്. കവിതയുടെ വലിയൊരു കൂട്ടായ്മയാണ്. നമ്മുടെ ജീവിതം തുടരുകയാണ് കവിതയിൽ കൂടെ. അത്രേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് നേരത്തെ മുതൽ ഇവിടെ നടന്ന സംഭാഷണങ്ങളും ഉണ്ടായ കാര്യങ്ങളും ഒക്കെ വെറുതെ ആണെങ്കിലും അതൊക്കെ കേൾക്കാൻ പറ്റുക എന്നുള്ള ജീവിതത്തിലെ വലിയ സൗഭാഗ്യമാണ്. എല്ലാ ആളും അവരുടെ സ്വന്തം ആളായി, ആങ്ങളെയായി, ചേട്ടനായി, അച്ഛനെ പോലെ അമ്മാവനെ പോലെ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് ആൾക്കാരുള്ളത് നമ്മുടെ കുടുംബം വളരുന്നു എന്നൊരു തോന്നലുമാണ് ഉണ്ടാകുന്നത്. നിശ്ചയമായിട്ട് കാവ്യശിക വലിയൊരു കുടുംബമാണ്. കാവ്യശിക അംഗമാണ് ബിന്ദു ടീച്ചറെ മുമ്പൊരു യോഗത്തിൽ പറഞ്ഞു, മന്ത്രിയായ സമയത്ത് ഇതൊക്കെ നിർത്തേണ്ടി വന്നു. അങ്ങനെ എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്ന സമയത്തും പിടിവിടാതെ നിന്നത് കാവ്യശികയിൽ മാത്രമാണെന്ന് പറഞ്ഞു. കാവ്യശിക ടീച്ചർ നിൽക്കുന്നുണ്ട്.
അങ്ങനെ എല്ലാവരും ഉണ്ട്. കാവ്യശിഖ എല്ലാവരുടേതുമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇത്ര നേരം നടന്ന എല്ലാ കാര്യങ്ങളും മറന്ന് ഇനി നമുക്ക് KV രാമകൃഷ്ണൻ മാഷയുടെ പുസ്തക പ്രകാശനത്തിൽ പ്രവേശിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ, ഒരു ഗംഭീരമായ പ്രസംഗം നമുക്ക് നഷ്ടമായി. നമ്മുടെ വർഗീസാരണ്യ മാഷ് ഒരു സംഗതി അല്ല, മാധവ മാഷ് KV വരണം. അതെയാ, അപ്പോൾ നമുക്ക് നമ്മുടെ നന്ദി പ്രകടനം. സ്റ്റേജിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, കാവ്യശിഖ ഞങ്ങളുടെ എല്ലാമായ രാവണ മാസ്റ്റർക്ക് ഒരു ആദരം കൊടുക്കാൻ തീരുമാനിക്കുകയും ഇന്നേ ദിവസം അതിനായി കണ്ടെത്തുകയും ചെയ്തു. ഏറെ സന്തോഷമുണ്ട് ഞങ്ങൾ ഓരോരുത്തരുടെ മനസ്സിലും. അത്രമാത്രം ഞങ്ങളെ എഴുത്തിലേക്ക് ദിനം പ്രതി പുതിയ പ്രതീക്ഷകൾ തന്നുകൊണ്ട് ഉയർത്തിക്കൊണ്ടുപോകുന്ന രാവണ മാസ്റ്റർക്ക് എല്ലാവരുടെ പേരിലും ഒരിക്കൽ കൂടി ഞാൻ ആദരവ് അർപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ച ഞങ്ങളുടെ പ്രിയ സുഹൃത്തും എഴുത്തിൻ്റെ നായകനുമായ KV രാമകൃഷ്ണൻ മാസ്റ്റർ എല്ലാ പരിപാടികൾക്കും ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളെ സ്നേഹത്തോടെ തലോടിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തി. അദ്ദേഹത്തിന് കാവ്യശിഖയുടെ പേരിൽ ആദ്യമായി നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഒരുപാട് തിരക്കുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ഡോക്ടർ ബിന്ദു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ രാവണ മാസ്റ്റർ വിളിച്ചാൽ ബിന്ദു ടീച്ചർക്ക് വരാതിരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ എത്ര തിരക്കുണ്ടെങ്കിലും ടീച്ചർ ഓടിയെത്തും. ഇന്നും നിറഞ്ഞ മനസ്സോടെയാണ് ടീച്ചർ ഈ വേദിയിലേക്ക് വന്നതും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതും. ഒപ്പം എൻ്റെ പുസ്തകത്തിൻ്റെ കവർ പ്രകാശനം ഏറ്റുവാങ്ങിയതും ടീച്ചർക്കും ഒരുപാട് സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ഈ പരിപാടിക്ക് രംഗഭാഷണം നടത്തിയത് റജില ഷെറിനും അതുപോലെ തന്നെ മെഹറൂസ് പ്രമോദുമാണ്. ഒപ്പം സ്വാഗത കാവ്യം അപർണ അനീഷ്, സ്വാഗതം പറഞ്ഞ ജയറാം മഴൂർ, കാവ്യശിഖ ചൊല്ലരങ്ങ് കാവ്യ സംഗീതിക ഉദ്ഘാടനം ചെയ്ത പ്രശസ്ത കവി ശ്രീ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, കാവ്യശിഖ ഉപഹാര സമർപ്പണം നടത്തിയ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രേംപ്രസാദ്, സ്നേഹമൊഴി നടത്തിയ സെക്രട്ടറി പുകാസേടി ജില്ലാ സെക്രട്ടറി ശ്രീ MN വിനയകുമാർ, അതുപോലെ തന്നെ നല്ലൊരു വിരുന്നായിരുന്നു വർഗീസാരണ്യ മാഷ് നടത്താൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് കഴിഞ്ഞില്ല. പൊന്നാട് അണിയിച്ച ശ്രീ കാട്ടൂർ രാമേന്ദ്രൻ മാസ്റ്റർ, മറുമൊഴി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ എത്ര സ്നേഹത്തിൻ്റെ അമൃതാണ് ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന. ഒരു വ്യക്തി പോലും രാവണ്യ മാഷെ അടുത്തിടപെട്ടാൽ, രാവണ്യ മാഷുമായി സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയും അകന്നു പോകാത്ത വിധത്തിലുള്ള ഒരു കാന്തികമായ ആകർഷകത്വം രാവണ്യ മാഷുണ്ട്. അത് ഒന്നുമല്ല, വെളിച്ചത്തിലേക്ക് ഓരോ വ്യക്തിയെയും നയിക്കുക എന്നതാണ്. വളരെ സ്നേഹത്തോടെ നമുക്ക് തന്ന ഈ മറുമൊഴിക്ക് ഒരുപാട് നന്ദി അർപ്പിക്കുന്നു മാഷെ. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും, കാവ്യശിഖ കുടുംബാംഗങ്ങൾക്കും, അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമ്മുടെ രാവണ്യ മാഷിൻ്റെ KV രാമകൃഷ്ണൻ മാഷിൻ്റെ പുസ്തക പ്രകാശനം ആണ് അടുത്ത ചടങ്ങ്. അതിലെത്തിച്ചേർന്ന ഗ്രീൻ ബുക്സിൻ്റെയും മറ്റെല്ലാ വ്യക്തിത്വങ്ങളെയും കുടുംബാംഗങ്ങളെയും എല്ലാവരെയും ഒരിക്കൽ കൂടി വളരെ സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സുഹൃത്തുക്കളെ, KV രാമകൃഷ്ണൻ മാഷിൻ്റെ പ്രിയ കവിതകൾ ഗ്രീൻ ബുക്സാണ് പ്രസിദ്ധപ്പെടുത്തുന്നത്. ആ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇതിന് സ്വാഗതം ആശംസിക്കാൻ വേണ്ടി ഗ്രീൻ ബുക്സിൻ്റെ എഡിറ്റർ ഡോക്ടർ V ശോഭയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.